അപ്പൊ ഇത് നോക്കി, ഇത് നമ്മുടെ വീട്ടില് ഉണ്ടായ ചേനയാണ് കേട്ടോ. നല്ല കനമുണ്ട്. ഇതേപോലെ ഒരു 5 എണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ട് അച്ഛനും അമ്മയൊക്കെ എപ്പോഴും കുത്തിയിട്ടതായി ഇപ്പൊ ഉണ്ടായതാണ്. അപ്പൊ വീട്ടിലങ്ങനെ അധികം ആരും ചേനയും കൊണ്ടുള്ള ഡിഷസ് ഒന്നും ആരും കഴിക്കത്തില്ല. അപ്പൊ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരും പാത്രം കാലിയാക്കും. അപ്പൊ നമുക്കൊന്ന് ഒരു ചേന ഫ്രൈ ഉണ്ടാക്കി നോക്കാം അല്ലെ. തെറിക്കോ? തെറിക്കാൻ നല്ല വിട്ട് ഇതാക്കണ്ട. ശരി ശരി ശരി. ഓക്കെ. ശരി, ജിമ്മിലൊക്കെ പോയിട്ട് പൊളിക്കങ്ങട്. ചേന ഭയങ്കര സീനാണല്ലേ. അപ്പൊ ഗൈസ്, ഈ പീസാണ് നമ്മള് എന്താണ് പറയാ ഫ്രൈ ആക്കാൻ പോണത്. ചേന ചില സമയത്ത് നമ്മള് ചേന കയ്യില് തൊടുന്ന സമയത്ത് ചിലവർക്ക് ഇതുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. അപ്പൊ ഇതേപോലെ കുറച്ച് കയ്യില് എണ്ണ ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറും. ഗൈസ്, സത്യം പറഞ്ഞാൽ ഈ കൊത്തലും മേടലൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഗൈസ്. നല്ല പുലിവാലൊടിച്ച പണിയാണ്. നല്ല പണി എടുക്കണം. എന്തായാലും കൈ വെച്ച് പോയില്ലേ, ഇനിയിപ്പോൾ ചെയ്യണം. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ കഷ്ണങ്ങളൊക്കെ മുറിച്ച്, പിന്നെ നല്ല രീതിയിൽ വെള്ളത്തിൽ, സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുക. കാരണം ഓർഗാനിക് ചേന ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ചൊറിച്ചിൽ. എണ്ണയൊന്നും വർക്കായില്ല സത്യം പറഞ്ഞാൽ. കഷ്ണങ്ങളൊക്കെ നല്ല വൃത്തിക്ക് വേടിപ്പായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിങ് പരിപാടിയൊക്കെ ഞാൻ അമ്മയ്ക്ക് തട്ടിക്കൂട്ടി കൊടുത്തു. അപ്പോൾ അമ്മ എന്താ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി. ഗൈസ്, ഇത്ര മാത്രം മതി. നമ്മൾ ഭയങ്കര ഫെൻറ്റാബുലസ് ആയിട്ടുള്ള ഡിഷൊന്നല്ല ഉണ്ടാക്കുന്നത്, സാധാരണ ഒരു യാം ഫ്രീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മതിയായിരിക്കും. ഇനി അതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ലാസ്റ്റ് ഈ ഒരു പരുവാകുന്നവരെ നമ്മളത് മിക്സിങ് കൊണ്ടേ ഇരിക്കണം. എൻ്റെ വീട്ടിൽ ചിലരൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എണ്ണ കുറച്ചാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. സോ എനിക്ക് തോന്നി എയർ ഫ്രയർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ ചേന ഇതേപോലെ അടുക്കി പെറുക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അതേ മോഡ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതേപോലെ 200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്നാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇത് കറക്റ്റ് ഒരു പെർഫെക്റ്റ് രീതിയിലാവുന്നുണ്ടെങ്കിൽ ഇതേ ഫോളോ ചെയ്താൽ മതി. 15 മിനിറ്റ്സ് ആയിട്ടോ. അപ്പം നമുക്ക് ഏകദേശം എന്താണ് അവസ്ഥ എന്ന് ഒന്ന് നോക്കി കൊടുക്കാം. നമ്മൾ ഇടയ്ക്ക് ഇത് ഒന്ന് മറിച്ചിട്ടിട്ടൊക്കെ കൊടുക്കണം, കാരണം ഇല്ലെങ്കിൽ അത് പകുതി വെന്ത് പകുതി വേവാതെ ആവും. പിന്നെ അതേപോലെ ഇടയ്ക്കൊന്ന് എടുക്കുന്ന സമയത്ത് ഓയിൽ ഇച്ചിരി ഇല്ലല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ തട്ടിക്കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് പക്ക നമ്മളിങ്ങനെ ഒരു മുറുക്കൊക്കെ ഇങ്ങനെ കറുമുറു എന്നൊക്കെ കഴിക്കൂലേ, അതേപോലെ കിട്ടുന്നുണ്ടോ. ഗൈസ്, അളവ് കുറഞ്ഞത് നോക്കണ്ട. ഇടയിൽ വെച്ചിട്ട് കുറേ കള്ളന്മാരൊക്കെ കട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. മുക്ക് വയ്ക്കണ പോലെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതേപോലുള്ള തട്ടിക്കൂട്ടൽ റെസിപ്പീസിനായി ഡു ഫോളോ മൈ ചാനൽ. ആൻഡ് ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോസ്. ടാറ്റാ.